ചികിത്സയും കാത്തിരിപ്പും വിപുലമായി. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നു. എന്നാൽ ആ ഇപ്പോൾ ചികിത്സയിലായിരുന്ന നേപ്പാൾ സ്വദേശിനി ദുർഗ കാമി വിടവാങ്ങിയെന്നുള്ള വാർത്ത വന്നു. ഇന്നലെ രാത്രിയായിരുന്നു ഡോക്ടേഴ്സിൻ്റെയും ആരോഗ്യപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളെയും കണ്ണീരിലാഴ്ത്തി ദുർഗ കാമി വിട പറഞ്ഞത്. ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം നിലച്ചതിന് പിന്നാലെ ഹൃദയസ്തംഭനവും ഉണ്ടായി. ഡാനൺ ഡിസീസ് എന്ന അപൂർവ ജനിതക രോഗത്തെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ 22-നാണ് നേപ്പാൾ സ്വദേശിനി ദുർഗ കാമിയുടെ ഹൃദയം മാറ്റിവെച്ചത്. തുടർന്ന് 31 ദിവസമായി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ദുർഗ. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ഹൃദയസ്തംഭനമുണ്ടാവുകയുമായിരുന്നു. അടിയന്തര ചികിത്സ നൽകിയെങ്കിലും തുടർച്ചയായി ഹൃദയസ്തംഭനമുണ്ടായി. പിന്നാലെ രാത്രി 10:05 മരണം സംഭവിച്ചു. 31 ദിവസം ഞങ്ങൾ ഒരു ജീവിതത്തോട് പൊരുതുകയായിരുന്നു. വൈകുന്നേരം 4 മണിയോടുകൂടി പെട്ടെന്ന് അവർക്ക് റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാവുകയുണ്ടായത്. തുടർച്ചയായിട്ട് ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തു. രാത്രി 10:05 അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഡോക്ടേഴ്സിന്റെ കഠിന പരിശ്രമങ്ങൾക്ക് ദുർഗയെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. നാളുകൾ നീണ്ട നിയമപോരാട്ടത്തിനൊടുവിലാണ് ദുർഗ കാമിയുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ സാധ്യമായത്. രാജ്യത്ത് ആദ്യമായി ജനറൽ ആശുപത്രിയിലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു എറണാകുളത്ത് നടന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് ദുർഗയ്ക്ക് മാറ്റിവെച്ചത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.